ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഞായറാഴ്ചയാണ്. ഇന്ന് അത്യാവശ്യം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. കാരണം നേരത്തെ എഴുന്നേക്കാണ്ട് ഒരു രക്ഷയില്ല. നാളെ കുട്ടികൾക്ക് എക്സാം ഉണ്ട്. പിന്നെ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ 3:30. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ജോലികളൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ ഞാൻ ദാ വേഗം അരിക്കിട്ടിട്ടുണ്ട് കേട്ടോ. അരി ഒന്ന് കഴുകിയിട്ടതിന് ശേഷം അതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇന്നിപ്പം മീൻ വറുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പം മീൻ വറുക്കാനുള്ളത് ഇതാ നമ്മൾ മസാല പുരട്ടി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നല്ലപോലെ തെളിഞ്ഞ് നിൽക്കുവാണേ. ഇങ്ങനെ തന്നെ നിന്നാൽ മതിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നാളെയും കുട്ടികൾക്ക് അവധിയായിരിക്കും. ഇപ്പം തന്നെ 2 എക്സാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ആവുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ആഹിലിന് ഇതേപോലെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അവൻ പഠിച്ച് കഴിയുന്നത് വന്ന് എന്നെ ഇങ്ങനെ കേൾപ്പിക്കും. അപ്പം ഞാനതൊക്കെ ഒന്ന് നോക്കും. അപ്പോൾ ഈ ഒരു കുക്കിങ്ങിൻ്റെ ടൈമിലാണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് ഇതിങ്ങനെ ട്യൂഷൻ്റെ സമയം അല്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് എനിക്ക് നോക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പഠിച്ച് കഴിഞ്ഞൊക്കെ വന്ന് കേൾപ്പിക്കുന്നതാണ് കേട്ടോ. ആലിമ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ കാര്യമായിട്ട് എനിക്ക് ജോലിയില്ല. അപ്പോൾ ചോറിനുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ വറുക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പുട്ടും ചെറുപയർ കറിയാണ്. ഇതിപ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ ഒന്ന് വേഗം ആഹിൽ അടിച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് തുടക്കണം. അപ്പോൾ രാവിലെ നല്ല വെയിലൊക്കെ കണ്ടപ്പോഴത്തേനും ഞാൻ നല്ല സന്തോഷിച്ച് നിന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ക്ലൈമറ്റൊക്കെ അങ്ങോട്ട് മാറിയതാ, മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇന്നും ഫുൾ മഴയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കാനേ ചാൻസ് ഉള്ളൂ. ഭാഗ്യത്തിന് അലക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ക്ലാസ് ഉണ്ടാവോ ഇല്ലേ ഒന്നും അറിയില്ല. എന്തായാലും കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കണ്ട ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ വെള്ളം നിറയാത്തതാണ്. അപ്പം നമുക്കിനിപ്പോൾ എന്തായാലും മീൻ വറുക്കാൻ വെക്കാം കേട്ടോ. ചോറ് എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മീൻ വറുക്കാനായിട്ട് ഞാൻ ഓൾറെഡി മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന വെച്ചാണ്. അപ്പം മീൻ അങ്ങോട്ട് നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫിലോപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനെ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതങ്ങോട്ട് മുഴുവനെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നായി വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്താ വീടൊന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയായതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇറിറ്റേഷനാണ് വീടൊക്കെ തുടക്കാനായിട്ട്. കാരണം ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ നല്ല പാടായിരിക്കുമല്ലോ. അപ്പോൾ ഈ തുടക്കണ സമയത്ത് കുട്ടികളൊക്കെ ഞാൻ എന്താ സോഫയുമ്പോൾ പിടിച്ചിരുത്തോട്ടെ. ഇത് ഉണങ്ങുന്നവരെ ഇത് പുറത്തേക്ക് ഇറങ്ങി പോകരുതെന്ന് പറയും. അങ്ങനെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കാണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവന്മാർ പേടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നോളൂട്ടോ, പുറത്തോട്ടൊന്നും ഇറങ്ങില്ല. അപ്പോൾ ഞാൻ എന്താ ഫാൻ ഫുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇവിടെ തുടക്കുന്നത്. ഈ തുടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് കിച്ചണിലേക്ക് ഓടി പോകുന്നുണ്ട് കേട്ടോ. മീൻ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് അങ്ങനെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹൈപ്പും ചെയ്തേക്കണേ. തുടക്കുന്നതിൻ്റെ ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ ടോയ്സ് ആണ് കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ട്. അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ പെറുക്കി ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് വീടൊന്ന് തുടക്കാനായിട്ട്. ഇപ്പോഴും ആ ബോൾ കിടക്കുന്നുണ്ട് കേട്ടോ താഴെ. അലക്കാനില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അലക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം അലക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ഇവിടെ തുടക്കുന്നതിന് മുന്നേ അലക്കാനുള്ളത് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നേ. മേളിൽ അത്യാവശ്യം തുടക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി മേളിൽ തുടച്ചിട്ട്. മേളിൽ ആഴ്ചയിൽ ഒരിക്കലേ തുടക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം പൊടിയൊക്കെ ചെറുതായിട്ടായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴെയാണ് മിക്കപ്പോഴും തുടക്കുന്നത്. ഇനി നാളെ എങ്ങാനും മേളിൽ തുടക്കണം. അപ്പോൾ നമ്മുടെ മീനൊക്കെ അത്യാവശ്യം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വിചാരിച്ച പോലെ ഒരെണ്ണം ഇത്തിരി കൊളായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം വെച്ച മോരുകറി ഇരിക്കുന്നുണ്ടായിരുന്നേ. ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോരുകറി ഇങ്ങനെ ഇരുന്നാലൊന്നും ചീത്തയാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ ഇത് ഉമ്മച്ചി കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ എനിക്ക് തന്നാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചോറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ മുളക് കടിച്ച് കൂട്ടാനൊക്കെ ആയിട്ട്. നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ആലുമിന് ഇന്നിപ്പോൾ രാത്രി കഞ്ഞിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഒരു സുഖമില്ലാത്ത പോലെ ഉണ്ട് അവന്. അതുകൊണ്ട് കഞ്ഞിയാണ് കൊടുത്തേക്കുന്നത്. ഞങ്ങളിതാ പുട്ടും പയറും ആണ് കേട്ടോ കഴിച്ചേക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.